എൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, മദർ പി.ടിയുടെ പ്രസിഡന്റ്, ഇവിടുത്തെ പ്രിയങ്കരായ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, ആദരണീയരായ രക്ഷിതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് കേട്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ച് പറഞ്ഞോട്ടെ, നമ്മുടെ രക്ഷകർത്താക്കളുടെ എണ്ണം കുറവായിരുന്നു നമ്മളുടെ വന്നു കയറിപ്പോയി. ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഏകദേശം ആളൊക്കില്ലായി. അതൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞതൊന്നും കുഴപ്പമില്ലാതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ? എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് പോലെ, പേടിച്ചിരിക്കുന്നത് പോലെ, എന്തോ അന്യൊരു സ്ഥലത്ത് വന്നതുപോലെയൊക്കെ ഇത് എന്താണ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന ഒരു മനോഭാവം. അവിടെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അമ്മാതിരിയാണോ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് വരുന്നത്? വളരെ ഹാപ്പിയായിട്ട് വരണ്ടേ? നമ്മുടെ മക്കളുടെ ഒരു പുതിയ ലൈഫ് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രമല്ലേ ഇത്? അപ്പൊ അവിടെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ വേണം കടന്നു വരാൻ. മാത്രവുമല്ല, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. അങ്ങനെ പങ്കാളിയാകാൻ മനസ്സുണ്ടാവണം രക്ഷിതാക്കൾ. നമ്മുടെ പ്രദേശത്ത് എൻ്റെ 10-32 വർഷത്തെ സർവീസിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മക്കൾ പഠിക്കുന്ന സ്കൂളിൽ എത്താൻ മാത്രം രക്ഷിതാക്കൾക്ക് സമയമുണ്ട്. 24 മണിക്കൂർ ഇവിടെ എല്ലാവർക്കും കേട്ടു. ഈ 24 മണിക്കൂറിന് ഉള്ളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒന്ന് എത്താൻ പലർക്കും സാധിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോയി. അവിടെ രക്ഷകർത്താക്കൾ വളരെ കുറവാണ്. അപ്പൊ ബൈബിളിൽ ഒരു വാചകമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കുന്നേ. നിങ്ങൾ ഇന്ന് വന്നവരോട് എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായാലും ഇവിടെ വരേണ്ട രക്ഷകർത്താക്കളോട് നിങ്ങൾ അഡ്വൈസ് കൊടുക്കണം. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ആ വിദ്യാലയം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചെല്ലാതിരിക്കുന്നത്. ലൈഫിൽ ഒരു തീരാ നഷ്ടമാണ്. മക്കൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് സ്കൂളിലേക്ക് അയക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ച കാലത്ത് ഒരു രീതിശാസ്ത്രമല്ല ഇന്നുള്ളത്. എൻ്റെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ച കാലത്ത് ഒന്നും ശ്രദ്ധിക്കേണ്ടായിരുന്നു, പലർത്തോട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. രക്ഷിതാവും അധ്യാപകരും പൊതുസമൂഹവും ത്രിതല പഞ്ചായത്തുകളും എല്ലാവരും ചേർന്നാണ് കുട്ടിയുടെ വിദ്യാഭ്യാസം സമ്പുഷ്ടമാണ്. അപ്പൊ ഏറ്റവും ചെറുതല്ലാത്തൊരു വലിയ ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കൾക്കുള്ളത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. കുട്ടിക്കുള്ള പിന്തുണ സംവിധാനം നൽകിയ മാത്രം കൃത്യമായി സ്കൂളിൽ വിടാൻ. ആ സ്കൂളിൽ വിടുന്നത് വെറുതെ ഒറ്റ വിടിയിൽ വിട്ടാൽ പോരാ. അങ്ങനെ വിടുന്നൊരു കാരണമില്ല. ഉറപ്പായി എഴുന്നേറ്റ് അന്ന് പറയാം, എൻ്റെ മനസ്സിൽ അതൊക്കെ എഴുതുള്ളൂ. ചാടി എഴുന്നേറ്റ് വന്ന് കുളിച്ചില്ല എവിടെ കിട്ടുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ട് കൂടി ഇങ്ങ് പോയിരുന്നത് അങ്ങനെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങനൊന്നുമല്ല, ഇപ്പൊ മാറിപ്പോയി. കുട്ടിയെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് നല്ല നീറ്റ്നെസ്സോട് കൂടി നമുക്കുള്ള ഡ്രസ്സ് മതി, ഉള്ള കാര്യങ്ങളും മതി. അത് പക്ഷെ വളരെ നീറ്റായി മിടുക്കലും മിടുക്കികളുമായി നമ്മൾ തന്നെ നമ്മുടെ കുട്ടിയെ ഒരുക്കി നിർത്തുന്ന ഒരു അഭിമാനം തോന്നണം. എൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ കുട്ടിയെ സ്മാർട്ടായിട്ട് ഒരുക്കിയാണ് ഞാൻ സ്കൂളിലേക്ക് അയക്കുന്നത്. മറ്റു കുട്ടിയോടൊപ്പം ഇരിക്കുമ്പോൾ അവന് ഒരു പ്രൗഡ്നെസ് തോന്നും. ഞാൻ സ്മാർട്ടായിട്ട് വന്നിരിക്കും. അവൻ UK ക്ലാസ്സിൽ പഠിക്കുന്ന അവനെ സ്മാർട്ടായിട്ട് വന്നിരിക്കുമ്പോൾ അവൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ചും അവനൊരു അഭിമാനം തോന്നും. എന്നെ എത്ര സ്മാർട്ടായിട്ടാണ് കൃത്യമായി കുളിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ഒരു സാറ് പറഞ്ഞ് ഞങ്ങളൊന്നും കുളിപ്പിക്കാതെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ കുളി എന്ന് പറയുന്നത് വലിയ പ്രക്രിയയാണ്. കുളിക്കാതെ ഒരാൾ രാവിലെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയാൽ അയാൾ വേസ്റ്റാണ്. കുളിച്ചു കഴിഞ്ഞ് കുളിക്കുന്ന എന്തിനാ? ഹയർ സെക്കൻഡറിയുടെ രക്ഷിതാക്കളുടെ യോഗത്തിൽ ഞാൻ ചോദിച്ചു, കുളിക്കുന്ന എന്തിനാന്ന് ചോദിച്ചിട്ട് ആരും വേണ്ടിയിട്ട് കേട്ടോ. എന്തിനാ കുളിക്കുന്നത്? അത് ശരി, ഞാൻ പറയുന്നത് മാത്രം കേട്ടു പോകണമെന്നാണ്.
ഇതിനെ വിളിക്കുന്നത് ഉന്മേഷം കിട്ടാൻ. പിന്നെ ശരീരത്തെ മാലിന്യങ്ങൾ ഒഴിവാക്കാൻ, അല്ലേ? മാലിന്യം കളഞ്ഞ് ശുദ്ധ ശരീരമാക്കി മാറ്റുന്നതിന് കുളിക്കുന്നു. ഒപ്പം അതിനോട് അനുബന്ധമായ ഒരു പ്രക്രിയയാണ് ശരീരത്തെ ഉന്മേഷം ആക്കുക, ശരീരം എനർജറ്റിക് ആക്കുക, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം സജ്ജമാകും, കുളിച്ച് ഉന്മേഷമാകും. മാലിന്യം പോകുന്ന ഘടകമാണ് ശരീരത്തിലെ സുഷിരങ്ങളുള്ള എല്ലായിടത്തുനിന്നും മാലിന്യം വരുമെന്ന് നമ്മൾ തിരിച്ചറിയും. അത് മൂക്കിക്കൂടായാലും ചെവിക്കൂടായാലും കണ്ണിക്കൂടായാലേ എവിടെല്ലാം സുഷിരമുണ്ടോ അവിടെ എല്ലാം മാലിന്യം വരും. ആ മാലിന്യത്തെ റിമൂവ് ചെയ്തിട്ട് ശുദ്ധ ശരീരമാക്കേണ്ടത് നമ്മുടെ മാത്രം ജോലിയാണ്. ഈ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന് സർക്കാരിന്റെ ബോർഡ് വായിച്ചിട്ടില്ല. റോഡിലൊക്കെ നമ്മൾ വീട്ടിൽ മാലിന്യമുണ്ട്, അത് കെട്ടി അടുത്ത പറമ്പിൽ കൊണ്ടിടുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല, നമ്മുടെ വീട്ടിലുണ്ടായ മാലിന്യം നമ്മൾ തന്നെ കുഴി കുത്തി സംസ്കരിക്കാനാണ്. ഇതുപോലെ ശരീരത്തിന്റെ മാലിന്യത്തെ റിമൂവ് ചെയ്ത് ശരീരം ശുദ്ധമായി നമ്മൾ ആകുമ്പോൾ തന്നെ എനർജറ്റിക് മക്കളെ അതുപോലെ വേണമില്ല. വളരെ സ്മാർട്ടായി എനർജറ്റിക്കായി അതിന്റെ പ്രഭാതത്തെയൊക്കെ ചെയ്യിപ്പിച്ച് കുളിച്ച് ശുദ്ധമായി സ്മാർട്ടാക്കി ഡ്രസ്സും കൊടുത്ത് വീണ്ടും പറഞ്ഞു വിടുമ്പോൾ അവൻ ആ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ തന്നെ അവന് ഭയങ്കരമായ എനർജി അനുഭവപ്പെടും. കുളിപ്പിക്കാതെ ജയിപ്പിക്കാതെ പല്ലും തേക്കാൻ മറന്നുപോയി ഇങ്ങനെയൊക്കെ വരുന്ന ചെറിയ ക്ലാസ്സിലെ കാര്യമൊക്കെ പറയാൻ കേട്ടോ. മറന്നുപോയി വരുന്ന കുട്ടി ഒരു ക്ലാസ്സിൽ വന്നിരുന്ന് അവനൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അവന്റെ കുഴപ്പമില്ല, അവന്റെ ശരീരം അതിൽ അനുഭവപ്പെട്ടിട്ടില്ല. ശരീരം ആ അനുഭവപ്പെടാത്ത ഒരവസ്ഥയിൽ ഇവിടെ കൊണ്ടിരുത്തിയാല് വെറുതെ കൊണ്ടിരുന്ന് പോകുന്നു. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ചെയ്യാത്ത രക്ഷകർത്താക്കളാണല്ലോ വന്നിരിക്കുന്ന ഈ സാധനം എന്തുമൊക്കെയാ പറയാൻ. ഞാൻ പറയുന്നത് ഓർമ്മപ്പെടുത്തലാണ്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ ഇവിടെ കൃത്യമായി ഇങ്ങനെ ചെയ്ത് ഈ ഡ്യൂട്ടി ക്ലാസ്സിൽ അതൊരു പ്രാക്ടീസാണ്, ലൈഫിന്റെ ഒരു പരിശീലനം കൂടിയാണ്. അവനിങ്ങനെ എഴുന്നേൽക്കുന്നു, അവനെ നമ്മൾ 5 മണിയാകുമ്പോഴോ 4 മണിയാകുമ്പോൾ 3 മണിക്കോ എത്ര നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു, 6 മണിക്കോ 5:30 എഴുന്നേൽപ്പിക്കുന്നു, അവന്റെ കാര്യം ശ്രദ്ധിക്കുന്നു, അവനെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നു, അവനെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, കൃത്യസമയത്ത് അവന്റെ നല്ല ഡ്രസ്സുകളൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നു. അങ്ങനെ സ്കൂളിലേക്ക് അയക്കുന്നു, സ്കൂളിൽ വരുന്നു, സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ട് പാഠഭാഗങ്ങളൊക്കെ അധ്യാപകർ പഠിപ്പിച്ച് വൈകുന്നേരം വീട്ടിൽ വരുമ്പോ അതേപോലെ അമ്മമാരായിരിക്കും വീട്ടിലുണ്ടാവും. അമ്മമാര് കൃത്യമായി ശ്രദ്ധിക്കുന്നത്, അമ്മമാര് ശ്രദ്ധിക്കുന്ന കുട്ടികളാണ് ഏറ്റവും വിദഗ്ധരായി എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞാണ് അമ്മയുടെ കഴിഞ്ഞത്. അമ്മ അതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാർ പറഞ്ഞത്, അമ്മയെ പിൻവിളി വിളിക്കാതെ മിഴിനാഥന്റെ കടലിന കെട്ടാതെ എന്ന് പറയത്. അമ്മയെ പിൻവിളി വിളിക്കാൻ അമ്മ വിളിച്ചാൽ ഒരു മക്കളും മുന്നോട്ട് പോകത്തില്ല. നീ പോകാൻ മുന്നോട്ട് പാടാം എന്ന് പറഞ്ഞ് പിന്നെ പോകാൻ വരുന്നതാണ് അമ്മ എന്ന് കരയാൻ. നിങ്ങളല്ല നീ പോകണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കരഞ്ഞാൽ പിന്നെ ഒരു കൊച്ചിന് പോലും അവർ അടി മുന്നോട്ട് പോകാൻ സാധിക്കും. അതെന്താണ് ആ കവി പറഞ്ഞത്? അമ്മയെ പിൻവിളി വിളിക്കാതെ മിഴിനാഥന്റെ കടലിനെ കെട്ടാതെ. മിഴിനാഥ് മീൻസ് കണ്ണീര്. അമ്മയുടെ കണ്ണീര് കൊണ്ട് എന്റെ കാൽപാദം എഴുതിയില്ലാതെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്കുള്ള സ്വാധീനം അത്ര ദീർഘിച്ച് പറയുന്നത്. ടീച്ചർ എന്നോട് പറഞ്ഞത് 11:30 ആകുമ്പോൾ മതി സാറേ, അയ്യോ 11:30 വരെ മതിയേ. എഴുതിയിട്ട മെസ്സേജ് അങ്ങനെ അത് വായിച്ച് ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, മതിയേ എന്നുള്ളൊരു സങ്കടം വായിച്ചില്ലേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടീച്ചർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ നിർത്താൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പൊ അമ്മയുടെ സ്വാധീനം വലുതാണ്. എനിക്കൊരു അമ്മയുണ്ടായി. ഞാൻ മറ്റുള്ളവരുടെ ഉദാഹരണം ഒന്നും പറയുന്നു. എന്റെ അമ്മയ്ക്കും അച്ഛനും ഒരു വിദ്യാഭ്യാസവുമില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളൊക്കെ SSLCയുടെ മുകളിൽ എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ. ഇന്നത്തെ രക്ഷകർത്താക്കൾ മുഴുവൻ SSLCക്ക് മുകളിൽ എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. അമ്മയായാലും അച്ഛനായാലും ഒക്കെ. എന്റെ അമ്മയ്ക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു, അച്ഛനും ഒരു വിദ്യാഭ്യാസമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഒരു വലിയ സർവകലാശാലയാണ്. കുടുംബം ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അച്ഛൻ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്നത് അവിടുത്തെ രജിസ്ട്രാറാണ്, കാര്യങ്ങളൊക്കെ നടത്തുന്നയാളാണ്. അവിടെയാണ് കുട്ടി എല്ലാ വിദ്യാഭ്യാസവും ആരംഭിക്കുന്നത്. കുടുംബത്തിൽ ചിട്ടയായ അനുസരണമുള്ള ചിട്ടയായ ഒരു വിദ്യാഭ്യാസം ആരംഭിച്ചാൽ, ഒരു ജീവിതം ആരംഭിച്ചാൽ അതിന്റെ തുടർച്ചയാണ് സ്കൂളിൽ.
ഒരു വിദ്യാഭ്യാസവും ഇല്ലായിരുന്നൊരു അമ്മ എന്നെ ശ്രദ്ധിക്കുമായിരുന്നു. സ്കൂളിൽ കൃത്യസമയത്ത് പറഞ്ഞാൽ വിളിച്ചൊരുക്കി കുളിക്കാതെ വിളക്കും. ഇപ്പോഴും എനിക്കൊരു 9 മണിക്കുള്ളിൽ കുളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം വരുന്നു. അത് പനിയാണെങ്കിൽ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. എങ്കിൽ മാത്രമാണ് എനിക്കൊരു എനർജറ്റിക് ആയ ദിവസം. കുളിക്കാതെ തന്നെ ഞാൻ ഉണ്ടാവുന്നതാണ്. കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് ചോദിക്കും. അത് അമ്മ പത്രത്തിൽ തന്നു. അപ്പൊ കൃത്യമായി കുളിപ്പിച്ച് സ്കൂളിൽ വിട്ടതിന് ശേഷം ചെറുപ്പത്തെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. വീട്ടിൽ വന്നാല് ഉടനെ കളിക്കാൻ പുസ്തകം എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. പന്തുകളി, ഗോലികളി, എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെ അമ്മയ്ക്കൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കണ്ടില്ലേ അമ്മ പുറകെ വരും. സമയം കഴിഞ്ഞു എനിക്ക് ബോധ്യമായാൽ ഞാൻ കളിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ദൂരോട്ട് നോക്കും വരുന്നുണ്ട്. പക്ഷെ ഈ കളി ഒന്ന് തീരാതെ പോകാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനെ അടുത്ത് വന്നു പോയെങ്കിൽ ഇതിട്ട് അത് ചൂടി വേറെ പറ്റി ഇഷ്ടപ്പെട്ട് ഇന്നസെന്റ് ഗോഡ്ഫാദറിൽ പോയി ഇങ്ങനെ തയ്ക്കുന്ന കഥാപാത്രമായിട്ടിരിക്കുന്നു. അതുപോലെ നോട്ടിൽ പോയി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ പുറകെ നടന്ന് ശ്രദ്ധിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പിന്നീട് പ്രായമായി ചോദിച്ചു, അമ്മ എന്തിനമ്മ എന്റെ പുറകെ ഇങ്ങനെ നടന്നത്? എപ്പോ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്ക് ഒരു കാര്യം അറിയാം. മകൻ പഠിച്ച് ഒരു നിലയിലെത്തിയാൽ ജോലി കിട്ടിയാൽ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും. കാരണം അന്നേടെ തനി പിടിക്കാൻ മാർഗമില്ലാത്തൊരു വീടാണ്. അപ്പോ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറും. ജോലി കിട്ടി ശമ്പളം കിട്ടിയാൽ എല്ലാ പ്രയാസവും മാറും. അത് മാത്രം എനിക്കറിയാം. അത് നിനക്ക് വേണം. അതിനൊക്കെ പുറകെ നടക്കും. വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. നീ പ്രീതിയെ കുറിച്ചാൽ ഇന്നത് പഠിക്കണമെന്നൊന്നും പറയാൻ അറിയത്തില്ല. പ്രീതി എന്താണെന്ന് അറിയത്തില്ല. എന്താ പറഞ്ഞേ അടുത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു അമ്മ മകനെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ശ്രദ്ധിച്ചു വന്ന ഒരു സ്വയംബോധ്യമാകുന്ന അതൊരു പ്ലസ് പിടിക്കുക. ആ ലെവലിൽ എത്തുന്നത് വരെ എന്റെ പിന്നാലെ നിന്ന്. അതാണ് എല്ലാ അമ്മമാരും ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസം അവസാനിക്കുന്ന ഘട്ടം വരെ അമ്മമാര്, അച്ഛന്മാര് നിൽക്കണം കേട്ടോ, ഞങ്ങളെ ഒഴിവാക്കിയതിന് അത് പറയാം. അമ്മമാര് മക്കളുടെ പിന്നാലെ നിൽക്കണം. ഈ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ +2 വരെ, പണ്ട് പ്രീ ഡിഗ്രി, അവിടെ 1ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ +2 വരെ വരുന്ന അതില് ഒരു 9 വയസ്സ്, 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആയി കഴിയുമ്പോൾ ടീനേജ് ആകും. ടീനേജ് എന്ന് പറഞ്ഞാൽ കൗമാരപ്രായം. അത് കൗമാരപ്രായം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? ഇതൊക്കെ ചോദിക്കാനാണ് ഞങ്ങളെ പിള്ളേരൊക്കെ വളർത്തുന്നല്ലേ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ അതിനെ കടന്നു പോയതല്ലേ. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ? 13 മുതൽ 19. സാഹിബ് നമ്മുടെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് എനിക്ക് 13 മുതൽ എനിക്ക് എങ്ങനെ പറഞ്ഞേ? 30, 40, 50, 60, 70, 80, 90. അവിടെ ഒരു ടീം ചെയ്യുന്നു. പിന്നെ 20 അവിടെ ടീനുണ്ടോ? 12 വരെ ടീനുണ്ടോ? പിന്നെ 13. സാഹിബ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ടീനേജിനെ. അപ്പൊ 13 to 19 ആണ് ടീനേജ്. ടീനേജിന്റെ പ്രത്യേകത ഞാനിനി വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞ സമയം പോകും. ടീനേജിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഒരു കുട്ടീന്ന് പറഞ്ഞാൽ തന്നെ പകുതി മനുഷ്യരാണ് കേട്ടോ. ഒരു നമ്മളെന്താ അതിലെ കടന്നു വന്നാൽ ദൈവാധീനമുണ്ട്. അതായത് കുഴപ്പമൊന്നും കാണിക്കാത്തത് കൊണ്ടായിരുന്നു വന്നത്. കുഴപ്പം കാണിച്ചവരൊക്കെ അബദ്ധത്തിലും അപകടത്തിലും പെട്ടു. ഒരുപാട് ഈ ടീനേജ് അങ്ങനത്തെ ഒരു പ്രത്യേക ഘട്ടമാണ്. ആ ടീനേജില് മക്കൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ +2 വരെ കടന്നു പോകുന്നത് വരെ കടിഞ്ഞാൻ രക്ഷകർത്താവിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ഒരു കാരണവശാലായ പാടില്ല. പക്ഷെ സ്നേഹവും ആദരവും ഇഷ്ടവും ഒക്കെ മക്കളോട് വേണം. സ്നേഹത്തോടെ ഇടപെടാവും, എല്ലാം വേണം. പക്ഷെ അതിനുപരി ഒരു കർശനമായ നിയന്ത്രണം നമ്മുടെ ഉള്ളിൽ അവരെ കുറിച്ചുണ്ടാവണം. ഇല്ലെങ്കിൽ ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരീക്ഷണത്തിനുള്ളതല്ലെന്ന് രക്ഷകർത്താവ് മനസ്സിലാക്കണം. കുട്ടിയെ അത് ബോധ്യപ്പെടുത്തുകയും. ഒരു പ്രധാന വാചകം ഞാൻ പറഞ്ഞത്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരീക്ഷണത്തിനുള്ളത്. ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ
നമ്മുടെ നാട്ടിൽ പറയില്ലേ, കാട്ടിയും പുള്ളും കരുന്ന് കൊണ്ടുപോകുന്നത് കണ്ണിട്ട് എവിടെ ഞാൻ അവനെ കാത്തിരിക്കുകയായിരുന്നു ഒക്കെ സാഹിത്യത്തിൽ പറയില്ലേ. പക്ഷെ നമുക്കത് ശരിയാണ്. കാങ്കേ മരുന്നും അല്ലെങ്കിൽ മറ്റൊരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പഠനത്തെയും അപകടപ്പെടുത്തുവാനുണ്ട്. ഇവിടെ ഉണ്ട്, ദൈവമുണ്ട്, ഈ സാത്താനുണ്ട്. ഈ സാത്താന്റെ വര ഇവിടെ ഉണ്ട്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷെ അതിനെ നമ്മൾ ജാഗ്രതയോടെ നിന്ന് അതിജീവിക്കുന്നവരാണ് ജീവിത വിജയം നേടുന്നത്. ആ ജാഗ്രത അതാണ് രക്ഷകർത്താവിന് വേണം, കുട്ടിക്ക് വേണം ഈ ജാഗ്രത. ആ ജാഗ്രത എന്താണെന്ന് ഇപ്പൊ എനിക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും മറികടക്കാൻ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തന്ത്രവും അതിൽ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനത്തെ ആ ജാഗ്രത എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ പഴയ ഒരു ആത്മവാക്യമുണ്ടല്ലോ, വിദ്യാധനം സർവധന പ്രധാനം. എല്ലാവർക്കും അറിയാമോ? കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ സ്കൂളിൽ ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വിദ്യാധനം സർവധന പ്രധാനം. എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ കുഴപ്പമില്ല. അന്നൊന്നും അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അന്ന് അക്ഷരം കൂട്ടി വെക്കാൻ അറിയില്ല. വിദ്യാധനം ധായൊക്കെ വായിക്കണമെങ്കിൽ നല്ലപോലെ പാടുക. വിദ്യാർത്ഥനങ്ങളൊക്കെ വായിക്കണമെങ്കിൽ നല്ല ശ്രമകരമായ പണി. അന്നൊന്നും വായിച്ചില്ല, അർത്ഥം അറിയില്ല. പക്ഷെ പിന്നീട് മുതിർന്നപ്പോൾ അതിലെ പോയപ്പോഴൊക്കെ ഇത് കണ്ടപ്പോൾ അപ്പോഴൊക്കെ ഫീൽ ചെയ്തു, വിദ്യാധനമാണ് സർവ്വധനത്തിനേക്കാൾ പ്രധാനമെന്ന് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അടയാളപ്പെടും. അങ്ങനെ വിദ്യാധനമാണ് സർവ്വധനത്തിനേക്കാൾ പ്രധാനമായിട്ട് ആരൊക്കെ കണ്ടോ അവരൊക്കെ ഈ ലോകത്തിന്റെ ഉന്നത സ്ഥാനീയരായി മാറിയെന്ന്. എല്ലാ മേഖലയും നിറഞ്ഞു നിൽക്കുന്നവര് അവരാണ്. അപ്പോ നമുക്ക് പല കാരണങ്ങൾക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് പല കാര്യങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത് പല കാരണങ്ങൾ. പക്ഷെ നിങ്ങളെ ആവാം, കുടുംബത്തിലേവാം, സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവായിരിക്കാം. അത് പോട്ടെ, പോയത് പോയി, പോയി. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട. മറിച്ച് നിങ്ങൾ ജന്മം നൽകിയ മക്കൾക്ക് നിങ്ങളായിരുന്നു. അവരിപ്പോ പ്രൈമറി ക്ലാസ്സിൽ UP ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അവർക്ക് ഒരു നല്ല ദിശാബോധം നൽകി അവർ ആഗ്രഹിക്കുന്ന പഠന മേഖലയിൽ ഏറ്റവും ടോപ്പായി മാറാനുള്ള പരിശ്രമമാണ് നിങ്ങൾ ചെയ്യുന്നത്. കേട്ടോ, എനിക്ക് ഈ ആത്യന്തികമായി പറയാനുള്ള ഉപദേശമല്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്റെ അമ്മ എങ്ങനെ കാത്തിരക്ഷിച്ചെന്നെ ഒരു നല്ല നിലയിൽ എത്തിച്ച് വിട്ടുവോ, അതുപോലെ വിദ്യാഭ്യാസമുള്ള നിങ്ങൾ നിങ്ങളുടെ മക്കളെ, അവർക്ക് കഴിവുണ്ട്. ഇപ്പൊ എല്ലാവരും ഡോക്ടറാകാൻ ശ്രമിക്കരുത് കേട്ടോ. എല്ലാവരും കൂടെ ഡോക്ടറായാൽ ആൾക്കായി ചികിത്സിക്കാനാകണ്ടേ, പിന്നെ പരസ്പരം ചികിത്സിക്കേണ്ടി. എല്ലാവരും ഡോക്ടറാകില്ല, എല്ലാവരും എഞ്ചിനീയർ ആകില്ല. ഞാൻ പറയുന്നത് കുട്ടിയുടെ കഴിവും പ്രാപ്തിയും അവന്റെ ഐക്യം എന്താണെന്ന് മനസ്സിലാക്കി അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർ ചോദിച്ചാൽ പറയും ഇവൻ ഏത് മേഖലയിലാണ് ഇൻട്രസ്റ്റ് എന്ന്. ആ കുട്ടിയുടെ കഴിവിനും താല്പര്യത്തിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള വിദ്യാഭ്യാസം അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴേ ആവശ്യമില്ലാത്ത സ്വപ്നമൊന്നും കാണുന്നില്ല. അവന്റെ പ്രാപ്തി എന്താണ്, അവന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അതിനനുസരിച്ച് വിട്ട് അവൻ അങ്ങനെ പറയുമ്പോൾ അവളെ കൂടെ ചേർത്തോളം കേട്ടോ. അവനവിടെ ഒന്നിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ചേർത്തിട്ട് അവന്റെ ആഗ്രഹം അനുസരിച്ചുള്ള നിലയിലേക്ക് വിട്ടാൽ നിങ്ങൾ ഉറപ്പിച്ചു, ഞാൻ ഗ്യാരണ്ടി തരുന്നു, അവർ ഈ ലോകത്തിന്റെ അവരുടേതായ സാമ്രാജ്യത്തിന് മഹാപ്രതിഭയായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയവും. പക്ഷേ കുട്ടിക്ക് ഇഷ്ടമായിട്ടാണ് മേഖലയിലുണ്ട്, അച്ഛന്റെ ഇഷ്ടത്തിനെ പഠിപ്പിക്കാൻ അല്ലെ അമ്മയുടെ ഇഷ്ടത്തിന് വിടാം. അവൻ തോറ്റയ്ക്ക് നീ എന്നാണ് തോറ്റു പോയത്, അച്ഛന്റെ വിഷയമായിരുന്നു, അതുകൊണ്ടാണ് ഇത് അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പഠിച്ചത്, അതുകൊണ്ടാണ് തോറ്റു പോയി കൂടി ഫുള്ളും ഇടാൻ പറ്റും. അതുകൊണ്ട് അത് വേണം. ഞാൻ ഉദാഹരണം എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്റെ രണ്ടാമത്തെ അവള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവള് പറഞ്ഞു, അച്ഛാ എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ മാറണം. മൂത്തവള് തന്നെ ഡോക്ടർ, എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ മാറണം, എനിക്ക് നല്ല ടീച്ചറായാൽ മതി. സാധാരണ ഗതിയിൽ ഞാൻ രണ്ടാമത്തെ കുറ്റം പറയില്ല. ഒരുവിധം വിദ്യാഭ്യാസം ഉദ്യോഗമുള്ളവരുടെ രക്ഷകർത്താക്കൾക്ക് മുഴുവൻ മക്കൾ ഡോക്ടർ എഞ്ചിനീയർ ആയ മതി എന്നുള്ള ഒറ്റ ഒരു വിചാരം ഉറപ്പാണ്. ചിലർക്കൊക്കെ ജീവിതം തന്നെ വിധിച്ച് പോയിട്ടുണ്ട് കേട്ടോ. മക്കൾ ഡോക്ടർ ആകാത്തതുകൊണ്ട് ഭ്രാന്തി കയറിയിട്ടു. അപ്പോഴാണ് എന്നോട് പറയുന്നത് എനിക്ക് ടീച്ചറായാൽ മതി. എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് അതാണ് എന്തിന്റെ ടീച്ചറാകാനാണ് ആഗ്രഹം? എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചറാകണം, നല്ലൊരു ഇംഗ്ലീഷ് ടീച്ചറാകണം. എന്നോട് പറഞ്ഞു ഒരു ശരിക്കുള്ള അപ്പനാണ് ഞാൻ അംഗീകരിക്കുകയാണ്. ഞാൻ അംഗീകരിച്ചു. ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, അന്നാണ്
സെന്റ് ജോസഫ് എൽ.പി. സ്കൂളിൽ ഒരു പരാതി അന്വേഷിക്കാൻ ഞാൻ പോയത്. അവിടുത്തെ ഹിന്ദു പിള്ളേരെ പാറപ്പള്ളി പെരുന്നാളിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഏതോ ദുഃഖം പരാതിയായി ജയിലിലോട്ട്. അപ്പൊ അത് അന്വേഷിക്കാൻ ഞാൻ ആ പേപ്പർ സെന്റ് ജോസഫിൽ പോയി. അവിടെ ഇരുന്ന ഹെഡ് മിസ്സസ് സാധനം ഇപ്പൊ വരണമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. അപ്പൊ ഞാൻ ആ ഫ്രണ്ടിലെ അവിടെ ഇരുന്നപ്പോൾ മേശപ്പുറത്ത് പത്രം കിടക്കുന്നത് ദീപിക. ആ പത്രം എടുത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇംഗ്ലീഷിന് മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ. ഇംഗ്ലീഷിന് മാത്രമുള്ള യൂണിവേഴ്സിറ്റി, ഫോറിൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്, ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അവിടെ എന്റെ ഭാഗ്യമോ അവളുടെ ഭാഗ്യമോ നിമിത്തമോ ഞാൻ ആ പത്രം കണ്ടു. അതുമായി ഞാൻ ആദ്യം അറിയുക ഇങ്ങനെ യൂണിവേഴ്സിറ്റി അവിടെ ഉള്ളത്. ഇത്രയും വിദ്യാഭ്യാസ ഉദ്യോഗമുള്ള എനിക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റി പക്ഷെ അറിയത്തില്ല. സിസ്റ്റർ പറഞ്ഞ സിസ്റ്റർ ഞാൻ ഈ പത്രം കണ്ടു. എന്നാ സാറേ? അത് ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിരുന്നു, മക്കൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നു. ഈ പത്രം പോകണം. ഞാൻ ആ പത്രം കൊണ്ട് വീട്ടിൽ വന്ന് ആ പത്രം അവിടെ കൊടുത്തിട്ട് നീ ഇതിന്റെ സൈറ്റിൽ കയറി പരിശോധിക്കാൻ. പരിശോധിച്ചപ്പോൾ അതിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുക, അയക്കാൻ പറഞ്ഞു. അയച്ചു. ആ ആപ്ലിക്കേഷൻ അയച്ച് കൊച്ചിയിൽ പോയി അതിന്റെ 2 ആഴ്ച കഴിയുമ്പോൾ ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് പാസ്സായി. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയിലെ BA ഓണേഴ്സിന് ചേർന്നു. പിന്നെ അവിടെ MA കഴിഞ്ഞു. പിന്നെ B.Ed കഴിഞ്ഞു. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി തന്നെ 7 വർഷം പഠിച്ചു. പഠിച്ചിട്ട് ഇപ്പൊ കേരളത്തിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റി, ക്യൂൻസ് സർവകലാശാലയിൽ ഇംഗ്ലീഷിന്റെ ഇന്റർനാഷണൽ ടീച്ചറിന്റെ പഠനത്തിലാണ്. ഒരു കുട്ടി ആഗ്രഹിച്ചത് വിട്ടതുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില് അവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോ ഇവിടെ നോട്ടിലിട്ടെടുത്തത് അതിന്റെ പ്രസന്റേഷന് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് വിട്ടാൽ അത് ആത്മാർത്ഥമായി പഠിക്കും. നിങ്ങളെ കുറിച്ച് പറയാം എനിക്ക് BSc നേഴ്സിംഗ് ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ചില BSc നേഴ്സിംഗ് ഉണ്ട്. ഒരു കുട്ടി പറയാണെങ്കിൽ എനിക്ക് MBA പഠിക്കണം, BBA പഠിക്കണം, MBA എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് വന്നാൽ അതിന് തന്നെയാണ് വേണ്ടത്. അപ്പോഴവൻ അവന്റെ പഠനമാണ്. അവൻ ഒരിക്കലും പരാജയപ്പെടുത്തും. അവനായിരിക്കും ആ മേഖലയിലെ ഏറ്റവും മികവ്. ഇപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്നും സമ്പാദിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ മക്കളുടെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് അവരുടെ പിന്നാലെ അവർ സ്വയം ബോധ്യമാകുന്ന പ്രായം വരെ അവരുടെ പിന്നാലെ നിന്നാൽ എല്ലാ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തും നിങ്ങളിലേക്ക് താനെ വന്നു ചേരും. നിങ്ങൾക്ക് ഇവിടെ പലരും രക്ഷകർത്താക്കൾ വന്നില്ല. എന്തിനാണെന്നറിയോ? 1000 രൂപ എന്ന് കിട്ടുന്നതാണ് പണിക്കൂലി. ഈ 1000 രൂപ നിങ്ങളുടെ നാശത്തിനാണ് ഞാൻ. ഈ 1000 രൂപ ഉപേക്ഷിച്ച് നിങ്ങളിവിടെ വരുമ്പോ നിങ്ങളുടെ ഒരു വലിയ അനന്ത സാധ്യതയുടെ ഒരു ഭാവിയാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. നിങ്ങളുടെ 1000 രൂപയുടെ പുറകെ പോകുന്ന ധർമ്മക്കാരനെ പോലെ പോയിട്ട് നശിച്ച ഒരു കുടുംബജീവിതവും ഗതിയില്ലാത്ത മക്കളുമായി സൃഷ്ടിച്ച് നിങ്ങൾ എന്തിനീ 1000 രൂപ സമ്പാദിക്കും? എനിക്കിങ്ങനെ ആത്മാർത്ഥമായി പറയാൻ പറ്റും. കാരണം ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ നെല്ലിപ്പരത്ത പണ്ടൊരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് പഠിക്കുകയും അതിലൂടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട രക്ഷകർത്താക്കളെ കുട്ടികളെ എനിക്ക് കാണരുത്. അത്രമാത്രം ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു വന്നൊരു വ്യക്തി എന്ന നിലയിൽ അതുകൊണ്ട് ഞാൻ ആ ഭീകര അവസ്ഥയിൽ തന്നെയാണ് പോകുന്നിടത്തൊക്കെ. എന്റെ പ്രതീക്ഷ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ മക്കളും മിടുക്കരായി മാറും. എല്ലാവർക്കും അത് പറ്റും. സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടിയും മിടുക്കര് തന്നെ. അവർക്കൊന്നും IQ വ്യത്യാസം ഉണ്ടാവും, അവരുടെ പ്രാപ്തിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിനാണ് വൈവിധ്യമാണത്. ആ പക്ഷേ അവരെ ഓരോരുത്തരുടെയും അവരുടെ പ്രാപ്തി അനുസരിച്ച് ഡയറക്റ്റ് ചെയ്ത് വിടാൻ അധ്യാപകനും കഴിയണം, രക്ഷിതാവിനും. അങ്ങനെ കഴിയുമ്പോൾ ഒരു കുട്ടിയും പാടായി പോകും. ഞാൻ ഓർക്കുന്നത് പക്ഷെ അവരുടെ ഈ താല്പര്യം അനുസരിച്ചുള്ള പഠന മേഖല സെലക്ട് ചെയ്യുന്നു. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോ 7ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് രക്ഷകർത്താക്കളാണ്. കൊച്ചു രക്ഷകർത്താക്കൾ നിങ്ങൾ ഇനിയും വലുതാണ്. മക്കൾ വളരുന്നതനുസരിച്ച് നിങ്ങളും വലിയ രക്ഷകർത്താവായിക്കൊണ്ടിരിക്കും. ഇനി പഠന മേഖലകൾ ഒരുപാട് വരിക. 2-3 കൊല്ലം കൊണ്ട് പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ എത്തുകയാണ്. ആ 10ാം ക്ലാസ് എന്ന് പറയുന്ന ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കണം, കുട്ടി തീരുമാനിക്കണം, എനിക്ക് എന്റെ സ്വപ്നം എന്ന് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സായ IAS, IPS, IFS, IRS തുടങ്ങി 24 വരെ കേഡറിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ തയ്യാറാക്കുന്നത്. IAS ഒന്നും വേണ്ട, കിട്ടണം. ഏറ്റവും അവസാനത്തെ 24ാമത്തെ കേഡറിലുള്ള ഒരു ജോലി കിട്ടിയാലും സുഹൃത്തുക്കളെ ഇന്ത്യയിലെ ഏറ്റവും എക്സിക്യൂട്ടീവ് പവറുള്ള ജോലിയാണ് കിട്ടുന്നത്. ഇതൊന്നും ഞാൻ പഠിച്ച കാലത്ത് പറഞ്ഞു തരാനോ IAS ഒരു അറിയാത്ത ഒരു കാലം ഇരുണ്ട യുഗത്തിലാണ് പഠിച്ചത്.
പക്ഷേ നിങ്ങൾ ഇപ്പോഴേ എഴുതിയേക്കും സിവിൽ സർവീസ് മാത്രമല്ല, ഒരുപാട് മെഡിക്കൽ എൻട്രൻസ് ഉണ്ട്, ഒരുപാട് എൻട്രൻസുകളുടെ കാരണം. അപ്പൊ അതിന് നിങ്ങളുടെ കുട്ടിയുടെ പ്രാപ്തി അനുസരിച്ച് അത് എഴുതിക്കാനും അതിന് പ്രാപ്തരാകാനും പരിശ്രമിക്കുകയാണ് നിങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ രക്ഷകർത്താവ് എന്ന് പറഞ്ഞ ഡ്യൂട്ടി അതാണ്. ആ സമയം വെറുതെ വിനിയോഗിച്ചിട്ട് ആളുകളിൽ നിന്ന് വിഡിതം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള ആളുകളെ കൂടി എന്റെ വിധി ഇങ്ങനെ വളരെ സ്വകാര്യത്തിൽ സംസാരിക്കുന്നത് എന്റെ വിധി. ഞാൻ ചോദിക്കുന്നു, ആരാണ് വിധി ഇങ്ങനെ ആക്കിയത്? നിങ്ങൾ സൂക്ഷിച്ചു ഈ വാചകം, ആരുടെയും വിധി എഴുതുന്നില്ല, എഴുതുന്നത് അവരവർ തന്നെയാണ്. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടന എഴുതിയാൽ ആരെഴുതി? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ടോ? എന്തിനാണ് ജീവിക്കുന്നത്? ഇന്നസെന്റ് ചോദിച്ചത് എന്തിനാണ് പഠിക്കുന്നത്? അതല്ലടാ ചോദിച്ചത് എന്തിനാണ് പഠിക്കുന്നത്? ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജീവിതത്തെ നിങ്ങൾ വായിക്കണം, പ്രബോധമായി വായിക്കണം. അപ്പോഴാണ് നിങ്ങളിൽ ദിശാബോധം ഉണ്ടാകുന്നത്. ഇവിടെ അമ്മയ്ക്ക് ജനിച്ച് 2 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചു പോകുന്നത്. 2 വയസ്സുള്ള കുട്ടി, അമ്മ മരിച്ചൊരു കുട്ടി എങ്ങനെ വളരുമെന്ന് ഈ അമ്മയോട് ചോദിച്ചത്. ആ കുട്ടിയാണ് ലോകത്തിന്റെ നെറുകയിൽ എത്തുന്നത്. എന്ന് പറഞ്ഞാല് ലോകത്തിൽ 50-ഓളം എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ ഇന്നില്ല, നാളെയും ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ലോക വിജ്ഞാന ദിനമായി ഏപ്രിൽ 14 പ്രഖ്യാപിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന അംബേദ്കറുടെ ജന്മദിനമാണ് ലോക വിജ്ഞാന ദിനമായി പ്രഖ്യാപിച്ചത്. എങ്ങനെയാണ് ഒരു അംബേദ്കർ ഉണ്ടായത്? അമ്മ 2 വയസ്സ്, കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയ ഒരു കുട്ടിയാണ്. ഇന്നത്തെ ജീവിത സാഹചര്യവും അല്ല, ഐക്യവും അടിമത്വവും പട്ടിണിയും ദാരിദ്ര്യവും കിടക്കാളം പോലും ഇല്ലാതെ, ഒരു ലൈറ്റ് പോലും ഇല്ലായിരുന്നു വായിക്കാനായിട്ട്, മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ലാത്ത ദയനീയമായ സാഹചര്യത്തിൽ അപ്പന്റെ സഹോദരി രമാഭായി ഉണ്ട് എന്നുള്ളത് ഉറപ്പില്ല. അപ്പനാണെങ്കിൽ വരുമാനം കുറഞ്ഞൊരു മനുഷ്യനാണ്. മിലിറ്ററി ശമ്പളം കുറവാണ്. അത് പെൻഷനും കൂടെ ആകുമ്പോൾ എത്രമാത്രം കാണും. പക്ഷെ തുച്ഛമായ വരുമാനത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു മഹാവ്യക്തിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അംബേദ്കറുടെ ജീവിതം, അംബേദ്കറുടെ വിധി അംബേദ്കർ എഴുതി. അപ്പൊ നിങ്ങൾ ഈ വാചകം ഓർത്തു വെച്ചു, ആരും ആരുടെയും വിധി എഴുതുന്നില്ല, എഴുതുന്നത് അവരവർ തന്നെയാണെന്ന് ഓർത്തേക്കും. എന്റെ വിധി എഴുതിയത് ഞാനാ, നിങ്ങൾ ഓരോരുത്തരുടെയും വിധി എഴുതിയത് നിങ്ങളാ. നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വിധി എഴുതിയത് ഞാനാ. അംബേദ്കർ വിധി എഴുതിയ അംബേദ്കർക്കാണെങ്കിൽ ആ ബോംബെ നഗരത്തിൽ ഒരുപാട് ദാതാമാര് ഗുണ്ടകളുള്ള ഒരു പ്രദേശമാണ്. എല്ലാ ചേരികളും അതിനകത്തുണ്ട്, എല്ലാ അലിഞ്ഞ പ്രവർത്തനവും അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഗുണ്ടയായി മാറാമായിരുന്നു അംബേദ്കർ. അങ്ങനെയാകാതെ പെറ്റവരുടെ കൂടെ ഇങ്ങനെ വളർന്നൊരു കുഞ്ഞ് ലോകത്തിന്റെ നെറുകയിലെത്തുന്നത് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാകും. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയാകുന്നു. വിദേശ രാജ്യങ്ങളിൽ എല്ലാം പോയി പഠിക്കുന്നു. എല്ലാ സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് എടുക്കുന്നു. ഇത്രയധികം വിദ്യാഭ്യാസം നേടിയ ഒരാളില്ല. ഞാൻ പറഞ്ഞത് അംബേദ്കറുടെ ജീവിതം വായിക്കാൻ പറഞ്ഞതിന് കാരണം എന്റെ ജീവിതത്തിൽ ഒരു നിമിത്തം. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 9ൽ പഠിക്കുന്നത് ഓർക്കുന്നില്ല. അംബേദ്കറുടെ ജീവിതത്തിൽ ഉപപാഠ പുസ്തകമായി പഠിക്കാനുണ്ടായിരുന്നു. ഞാനാണ് സീനിയർ. ഉപപാഠ പുസ്തകമായി അംബേദ്കറുടെ ജീവിതം പഠിക്കാനുണ്ടായിരുന്നു. അന്ന് പഠനം എന്നാ മറ്റൊന്നിനെ കുറിച്ച് യാതൊരു ബോധമില്ല നടക്കുന്ന ഒരു പ്രായത്തിൽ ആ ഉപപാഠ പുസ്തകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കുന്നന്താനം സ്കൂളിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതിൽ ഉപപാഠ പുസ്തകം ഡോക്ടർ അംബേദ്കർ എന്താണോ ഡോക്ടറേറ്റ് എന്താണോ ഒന്നും നമുക്കറിയത്തില്ല. പുസ്തകം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ഒരു 1.5 പേരൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടവും കൗതുകവും തോന്നി, സങ്കടം തോന്നി വായിച്ചു. ആ പുസ്തകം ഇങ്ങനെ 2-3-5 ദിവസം കൊണ്ട് അതിന്റെ പുറകെ പിന്നാലെ കൂടി അത് വായിച്ച് ഞങ്ങളുടെ മനസ്സ് ശക്തമായി, ശരീരം തളർന്നില്ല. ആ കുഞ്ഞു പ്രായത്തിൽ എന്താ കാര്യം? അംബേദ്കറുടെ ജീവിത സാഹചര്യങ്ങൾ വായിച്ചാൽ മനുഷ്യത്വമുള്ള ഏത് വിധത്തിലും തളർന്നു പോകുന്നു. ആ 14-15 വയസ്സുകാരനായ ഞാൻ എപ്പോഴും ഓർക്കുന്നു, ആ പുസ്തകം എന്നെ കരയിപ്പിച്ചതാണ്. എന്റെ ജീവിത സാഹചര്യവും അതിനെ താരതമ്യപ്പെടുത്തിയാണ് ഞാൻ വായിച്ചു പോയത്. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു പ്രതിജ്ഞ എടുത്തു. ഇത്ര ദയനീയമായ സാഹചര്യത്തിൽ ജനിച്ച അംബേദ്കർക്ക് ഇത്ര
കുളിക്കലില്ല, തൊടിയിലില്ല, തീണ്ടലില്ല, അങ്ങനെ കാലത്ത് ജീവിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകുന്നതും ഒരു ദിശാബോധം നൽകുന്നതും ആ പുസ്തകം വായിച്ചതുകൊണ്ട്. അത് വായിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു അപ്പൂപ്പനെ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. അന്ന് മനസ്സിൽ സൂക്ഷിച്ചാണ്. ഡോക്ടറേറ്റ് ചെയ്തതൊന്നും എനിക്കറിയില്ല, അന്നൊന്നും ആ പ്രായത്തിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ പഠിച്ച് വളർന്നപ്പോഴാണ് ഈ അംബേദ്കറെ കുറിച്ചുള്ള ചിന്തകൾ വളർന്നു വന്നപ്പോഴാണ് ഞാനും ആലോചിച്ച് എന്തുകൊണ്ട് ഡോക്ടറേറ്റ് ചെയ്തത് എടുത്തില്ല. പക്ഷെ ഇപ്പൊ അതിനൊരു സാഹചര്യം വളരെ മോശമായിരുന്നു. കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് ജോലിയും രണ്ടുപേരുടെ കഴിഞ്ഞ് ഭാര്യയ്ക്ക് ജോലിയും കിട്ടി. രണ്ട് മിണ്ടായി പോയി കഴിയുമ്പോഴും പണ്ടുണ്ടായിരുന്ന മോഹനം കിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഡോക്ടറേറ്റ് ബിരുദത്തിന് രജിസ്റ്റർ ചെയ്തത്, പഠിച്ചത്, ജോലി കിട്ടി, എന്റെ മക്കളുമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു കാര്യം പറയുന്നു. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ഉറച്ച തീരുമാനമാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകും ഒരാൾക്കാണ് ഈ ലോകത്തിന്റെ ഉന്നത സ്ഥാനീയരാകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അംബേദ്കറെ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങൾ വായിക്കണം. ഇനി അംബേദ്കറെ മാത്രമല്ല, നിങ്ങളൊക്കെ പുസ്തകം വായിക്കുന്നത്. അറിവുണ്ടാവും, അറിവ് ആത്മീയാണ്, അറിവാണ് എല്ലാത്തിന്റെയും ശക്തി എന്ന് പറയും. നിങ്ങൾ ചുമ്മാ വെറുതെ ടൈം വേസ്റ്റ് ആക്കും. നിങ്ങൾ തീർച്ചയായും പുസ്തകം വായിക്കണം. വായിച്ച് അറിവ് സമ്പാദിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല, കുടുംബത്തിനും മക്കൾക്കും അത് ഗുണം ചെയ്യും, രാജ്യത്തിനും ഗുണം ചെയ്യും. നിങ്ങൾ നല്ല അമ്മമാരുണ്ടാവണം, അറിവുള്ള അമ്മമാരുണ്ടാവണം. അപ്പോഴാണ് ഈ രാജ്യം ശക്തമാക്കുന്നത്. അച്ഛന്മാരും നല്ല വായനാശീലി ഇനി വായിക്കണം. ഇനിയും വിദ്യാഭ്യാസത്തിന് അങ്ങനൊന്നും കേട്ടോ, മരണം വരെ വിദ്യാഭ്യാസമാണ് വായിക്കുന്നത്. ഞാൻ നിരന്തരം വായിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് പകർന്നു ഒരു കാര്യമാണ്. ഒരു പെണ്ണൊക്കെ മക്കളൊക്കെ മണിക്ക് കൊച്ചുപിള്ളേരാണ്, ഈ സമയമൊന്നും വേണ്ട. പിന്നെ 5 മണിക്ക് വിളിക്കുമായിരുന്നു, UP ക്ലാസ് പഠിക്കുന്നത്. അത് ഹൈസ്കൂളായപ്പോൾ 4 മണിക്കായി. ആ 4 മണി ഇപ്പോഴും ഞാൻ 4 മണിക്ക് വരിക. പെൻഷനായിട്ട് 4 വർഷമായി. ഒരു ആവശ്യമില്ല എഴുന്നേറ്റിട്ട്. പക്ഷെ ശരീരം അങ്ങനെ സെറ്റായിരിക്കുക, ഉറക്കം തരുന്നില്ല. പിന്നെ ഞാൻ അപ്പോൾ പോയി പുസ്തകം വായിക്കും. എന്റെ റൂമിലോട്ട് പുസ്തകം ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കും, വായിച്ചാണ് നേരെ പഠിപ്പിക്കുന്നത്. എന്നാൽ വെറുതെ കിടക്കുന്ന ചുമ്മാ എന്താണ് കുഞ്ഞിലെ ശരീരത്തിന് പകർന്നു കിട്ടിയ ഒരു എക്സസൈസ് ആണ് ഈ വെളുപ്പിന് 4 മണിക്ക് വരിക എന്നത്. ഇപ്പൊ പെൻഷനായിട്ടും ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും ശരീരം അങ്ങനെ സെറ്റായി പോയതുകൊണ്ട് 4 മണിക്ക് വരും. മക്കളെ കൃത്യമായി വിളിച്ചു നിർത്തണം, ഉണർത്തി അവരുടെ ഹോംവർക്കുകൾ ഉള്ളതിന് സഹായിക്കണം. നമ്മുടെ എഴുതി കൊടുക്കരുത്, നമ്മൾ വായിച്ചു കൊടുക്കരുത്. അവർക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഭാഗത്ത് അവരെന്ന് ഹെൽപ്പ് ചെയ്തില്ല. ഇപ്പൊ ഒരു കരിപ്പാത്തൊക്കെ പോവാ പേടിയാ, അപ്പൊ നമ്മളിങ്ങനെ കൈ പിടിച്ച് പുറത്താക്കരുത്. അതുപോലെ വേണ്ട സഹായം മക്കൾക്ക് ചെയ്യും. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. അറിയത്തില്ലെങ്കിൽ എനിക്ക് ഇപ്പൊ അതിനെ കുറിച്ച് അറിയത്തില്ല, ഞാൻ അവർ ചോദിച്ചിട്ട് എന്നും പറയണം കേട്ടോ. അവിടെ മുന്നോട്ട് മുങ്ങിക്കളയും. കുട്ടികളുടെ കൊച്ചു സംശയങ്ങൾക്കുള്ള ഉത്തരം പറയും. അവരോട് സ്നേഹത്തോട് ഇടപെടാം. സ്നേഹം മനസ്സിലിട്ടോട് വേണം മക്കളോട് ഇടപെടാൻ കേട്ടോ. അല്ലാതെ ചില നിങ്ങളോട് മനസ്സിലാക്കാം. ഞങ്ങളുടെ ചില തലമാര് പറയും, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ഒരു മികച്ച സന്തതിയാണ്, നീ ഒരിക്കലും നന്നാകത്തില്ല. കണ്ടാച്ചാലും മതി, ഒരു നടത്തൊക്കെ വരുമ്പോ നീ എന്നതാണ് ഇവിടെ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളും അറിയട്ടോ, നിങ്ങളൊന്നും അറിയട്ടോ. അവിടെ കൊണ്ടുവരും അങ്ങനെ കുട്ടികളോട് ഒരിക്കലും നെഗറ്റീവ്സ് പറയുന്നത്. കുട്ടികളോട് ഒരിക്കലും നെഗറ്റീവ്സ് പറയുന്നത്. പോസിറ്റീവ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നെഗറ്റീവ് എന്താ കഴിയുന്നത്? ആ മനസ്സ് വികലമായി കുട്ടികൾ സ്റ്റക്കായി പോകണം, അവരുടെ ഹൃദയം മുറിഞ്ഞു പോകുന്നു. അതൊന്നും മനസ്സിലാക്കാതെ നല്ല ദേഷ്യം വരുമ്പോഴായി വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷെ അതുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ ഈ പ്രോജക്റ്റിന്റെ കാര്യമല്ല, അച്ഛൻ ഇപ്പൊ പണിക്ക് പോകണം, നീ ഈ പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ തുളുമ്പ് ദേഷ്യം കൊണ്ട് കടച്ചു നിൽക്കും. വാസ്തവത്തിൽ സൈലന്റ് കൊണ്ട് നിങ്ങളാണ് കുട്ടിയെ സ്നേഹത്തോടെ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞു നമുക്ക് എന്താ ചെയ്യുന്നത് ചെയ്തത് അങ്ങനെ പറയുന്നത്. അല്ല സ്നേഹത്തോടെ മക്കളെ മനസ്സിലത്തോടെ ചേർക്കുന്നു, സ്നേഹത്തോടെ ചേർക്കുന്നു, ഇഷ്ടത്തോടെ ചേർന്ന് ഒരിക്കലും നെഗറ്റീവ്സ് പറയും. നെഗറ്റീവ്സ് പറയുന്നത് എപ്പോഴാണ് അതിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ള പിള്ളേരെ ഇടയ്ക്ക് വെച്ച് ഒന്നുമല്ല പറയുന്നത്. സ്നേഹമായി വിളിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉമ്മെ നീതി ചെയ്ത് ശരിയായിരിക്കും, അതായത് ഇതിൻ്റെ പ്രശ്നമുണ്ട് എന്ന് തെറ്റ് ബോധ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്യും, ബോധ്യപ്പെടുത്തിയാൽ മതി. പിന്നെ അല്ലാതെ ചില ആളുകൾ കഠിന ശിക്ഷ നൽകുന്നത്. പണ്ട് അച്ഛന്മാരൊക്കെ നല്ല അടി അടിക്കും. ഈ അടിച്ച് പരിഹരിക്കാമെന്ന് പറയുന്നത് ഒരു വിഡിത്തമില്ല. അടിക്കുമ്പോ പകയുണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, പിന്നെ ആക്രമണം ഉണ്ടാവും.
പിന്നെ അത് വിടാത്ത അവസ്ഥയിലേക്ക് ഒരിക്കലും അവനെ ശിക്ഷിക്കാൻ പറ്റും. സ്കൂളിലൊക്കെ ശിക്ഷ മാറ്റിയത് എന്താണ് അവൻ ചെയ്തത്? അവന്റെ തെറ്റവനെ ബോധ്യപ്പെടുത്തി അവനെ കറക്റ്റ് ചെയ്യാണ്. അത് അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും തെറ്റ് കുറ്റങ്ങളില്ലാത്തതില്ല. എന്താണ് തെറ്റുകൾ മത്തിന്റെ കൈപ്പിഴ ജന്മസുഖം വളരെ വായിക്കും. തെറ്റ് പറ്റാത്ത കാര്യമില്ല. ആ തെറ്റ് കറക്റ്റ് ചെയ്യുന്നിടത്താണ് കാര്യം. അത് കുഞ്ഞുങ്ങളായാലും അങ്ങനെ വേണം. അവർ കുട്ടിയോടൊപ്പം നിൽക്കാനാണ് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ വിധി എഴുതുന്നത് കുട്ടിയാണ്, കുടുംബമാണ്. അതുപോലെ തന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരീക്ഷണത്തിലുള്ളതല്ലെന്ന് നല്ല ബോധ്യമാണ്. സിനിമയിലാണ് നമുക്ക് പോയിട്ട് ഒരു ടേക്ക് എടുക്കാം, ഇതിവിടെ ശരിയായിട്ടില്ല, നമുക്ക് ഒന്നും എടുക്കാം എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് സാധിക്കും. പക്ഷെ നമുക്കൊരിക്കലും ലൈഫിൽ സാധ്യമല്ലതാണ്. ലൈഫിൽ സംഭവിച്ചതൊക്കെ സംഭവിച്ചതായിരിക്കും. അതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ മക്കളോട് പറയണം, സംസാരിക്കുമ്പോഴേ മക്കളെ ജീവിതത്തിന്റെ താക്കോലാണ് എഡ്യൂക്കേഷൻ. ഏത് എഡ്യൂക്കേഷൻ? ജീവിതത്തിന്റെ താക്കോൽ. അതിട്ടിട്ടാണ് ഈ അനന്ത സാധ്യതകളുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ എടുക്കുന്നു. അപ്പൊ ആ എടുക്കാനുള്ള താക്കോൽ നമ്മുടെ കയ്യിൽ വേണം. അത് വരണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. ആ താക്കോൽ നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് എഡ്യൂക്കേഷൻ. എന്ന് പറഞ്ഞാൽ ഒരിടത്തൊരു സ്വർണവും രക്തവും ഒക്കെ ഇരിക്കുകയാണ് സാർ, നമുക്കെല്ലാം അത് പേര്. പക്ഷെ അവിടെ എത്താൻ ചില മാർഗങ്ങളുണ്ട്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു കഴിയും. നമ്മുടെ മാർഗം എന്താണ്? ഇപ്പൊ IAS നേടണം, കോട്ടയം കളക്ടറാണ്, IAS നേടണം. ഒരു ദിവസം എനിക്ക് IAS ഇല്ല. അത് നഴ്സറി പഠിച്ച്, LP പഠിച്ച്, UP പഠിച്ച്, ഹൈസ്കൂളിൽ പഠിച്ച്, ഹയർ സെക്കൻഡറി പഠിച്ച്, ഡിഗ്രി പഠിച്ചിട്ട് സിവിൽ സർവീസ് പരീക്ഷയുടെ എൻട്രൻസ് എഴുതി, പരീക്ഷ എഴുതി, അതിന്റെ ഇന്റർവ്യൂ പാസ്സാക്കി, ജനറൽ പരീക്ഷ എഴുതി, മെയിൻ പരീക്ഷ എഴുതി, ഇന്റർവ്യൂ കഴിഞ്ഞ് ആണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതാണ് അതിന്റെ മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ആ മാർഗത്തിലൂടെ കടന്നുകൊണ്ടാണ് അത് നേടേണ്ടത്. അവിടെ നേടുമ്പോഴാണ് നമുക്ക് ആ താക്കോൽ കൊണ്ടേക്കുന്നത്. ആ താക്കോൽ ഉപയോഗിച്ചാണ് നമ്മൾ കോട്ടയം കളക്ടറായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ കളക്ടറായിട്ട്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ താക്കോലാണെന്ന് മക്കളോട് പറയണം. അതിനനുസരിച്ച് പിന്നെ മക്കളോട് പറയേണ്ട ഒരു കാര്യം, സമയവും കാലവും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കില്ല. സമയവും കാലവും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? സമയത്തെയും കാലത്തെയും നമുക്ക് അനുഗുണമാകുന്ന തരത്തിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കണം. എല്ലാവർക്കും 24 മണിക്കൂറുകളുടെ എല്ലാ ജീവജാലങ്ങൾക്കും ആ സമയത്തെ നമ്മൾ നമുക്ക് അനുഗുണമാക്കി മാറ്റണം. അങ്ങനെ സമയത്തെയും കാലത്തെയും അനുഗുണമാക്കി മാറ്റിയവരാണ് ഈ ലോകത്തെ എല്ലാ പ്രധാനവും. അപ്പോ അതിന്റെ സമയത്തെ എങ്ങനെ മാറ്റട്ടെ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇനി 7ാം ക്ലാസ്സിൽ വരാൻ പറ്റുമോ? ഒരു ക്ലാസ്സിലും പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആത്മസമർപ്പണത്തോടെ 7ാം ക്ലാസ്സിൽ പഠിക്കണം. പഠിക്കുമ്പോ ഭഗവത്ഗീത പറഞ്ഞതുപോലെ കർമ്മണ്യേവ അധികാരസ്ഥേ മാ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനോട് കൂടി 7ാം ക്ലാസ്സിൽ പഠിച്ചാൽ നല്ല സ്കോറോടെ പാസ്സായി 8ാം ക്ലാസ്സിലേക്ക് പോകാം. ഒരു സംശയവും. അപ്പൊ സമയത്ത് ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ തോറ്റ് വെളിയിൽ പോയി വെച്ച് പിന്നെ ഞാൻ ഇങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഒന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ 10ാം ക്ലാസ്സിന്റെ പഠന സമയം അത് വേണ്ട പോലെ വിനിയോഗിക്കാതിരുന്നിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞിട്ട് സമയത്തെയും കാലത്തെയും ദുർവ്യയം ചെയ്തിട്ട് മാറിയിരുന്ന് ഭാവിയിൽ വിലപിച്ചിട്ട് അതിന്റെ കാര്യമുണ്ടോ? ഒരു കാര്യം. അപ്പൊ ആ രീതിയിൽ വേണം ആ സമയത്തെയും കാലത്തെയും നിങ്ങൾ പിന്നെ ഒരു സ്വർണ്ണക്കടക്കാരുടെ പരസ്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ കേട്ടൊരു പരസ്യം നിങ്ങൾ കേട്ടുക. എന്താണെന്നറിയോ? ഒന്നുമില്ലാത്തവരായി ജനിക്കേണ്ടി വരുന്നത് നമ്മുടെ കുറ്റമില്ല, പക്ഷെ ഒന്നുമില്ലാത്തവരായി മരിക്കേണ്ടി വരുന്നത് നമ്മുടെ
എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മായിയുടെ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഞാൻ ജനിച്ചോ? നെഹ്റുവിന്റെ വീട്ടിൽ മതിയായിരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് ഞാനിപ്പോ ന്യായയാത്ര മത്സരിച്ച് നടക്കുകയായിരുന്നു. ജനിച്ചോ? ഇല്ല. ഒന്നുമില്ലാത്തവരായി ജനിക്കേണ്ടി വരും. നമ്മൾ ആരെയും കുഴപ്പമില്ല, നമ്മളാരും പറഞ്ഞിട്ടില്ല നമ്മുടെ ഈ വീട്ടിൽ വന്ന് ജനിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ള വീട്ടിൽ ജനിക്കാൻ നമുക്ക് ബോധമുണ്ടായിരുന്നു. എന്റെ ബോധമുണ്ടായിരുന്നു ഞാൻ പറയാം അമ്മാരുടെ വീട്ടിൽ മതിയെന്ന്. പക്ഷെ നമ്മളോട് ആരും ചോദിച്ചില്ല. അങ്ങനെയുള്ള വീട്ടിൽ ജനിച്ച് നമ്മൾ ഒന്നുമില്ലാത്തവരായി മരിക്കേണ്ടി വരുന്നത് നമ്മുടെ പ്രവൃത്തി ദോഷമാണ്. ഇന്ത്യയിലെ യുവാക്കളുടെ ആരാധ്യ കഥാപാത്രമായിരുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആരെന്നറിയോ? സ്വപ്നം കാണാൻ പഠിപ്പിച്ച പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഈ അമ്പലങ്ങളുടെ കാര്യം പറഞ്ഞതാണ്. APJ അബ്ദുൽ കലാമിന് ഏറ്റവും ദരിദ്രമായ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. ആ കുട്ടി ജനിച്ചപ്പോ മുതൽ തന്നെ രാമേശ്വരം കടപ്പുറത്ത് ഫ്ലൈറ്റ് പോകുന്നത് കണ്ടു വളരുകയാണ്. അപ്പോഴാണ് മനസ്സിൽ വരുന്ന ആ ചോദ്യങ്ങൾ, ഇതെന്താണ്, എങ്ങനെ, എപ്പോഴാ, ആരാ, എവിടെ എന്നൊക്കെ മനസ്സിലാക്കി ചോദ്യങ്ങൾ വരികയാണ്. കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ടാവും എന്താണ് ഈ ഫ്ലൈറ്റ്. ആ ചോദ്യങ്ങളെ വളർത്തിയെടുത്തിട്ടാണ് ഏറെ എഞ്ചിനീയറായിട്ട് മാറുന്നത്. ഒരു ദിവസം കുടുംബ പട്ടിണിയും ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ പറഞ്ഞതുപോലെ ബാപ്പയ്ക്ക് ആ ഉപജീവനമാർഗം കഴിയാനുള്ള മാത്രം ജോലി ലഭിക്കുന്ന അമ്മ വീട്ടമ്മയാണ്. ഒരു മാർഗവുമില്ലാത്ത കുട്ടി ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുകയും അവരുടെ പ്രദേശത്തെ പത്ര ഏജന്റിനെ ചെന്ന് കണ്ടുപോയ ചേട്ട എന്നെ ഒന്ന് സഹായിക്കാവോ? അയാൾ ഞെട്ടിപ്പോയി. ചെറിയ കുട്ടി വന്നിട്ട് എന്നെ എന്നെ സഹായിക്കേണ്ടത്? അതെ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ വരുമാനം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല. എനിക്ക് എൻ്റെ സ്കൂളിൽ സ്വന്തമായി ഷൂസ് വേണം, യൂണിയൻ വേണം, ഷർട്ട് വേണം, ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് സ്വന്തമായി പൈസ ഇല്ലാത്ത ഒരുപാട് പ്രയാസമുണ്ട്. ചേട്ടൻ സഹായിച്ചാൽ ഈ പ്രദേശത്തെ പത്രം മുഴുവൻ ഞാൻ വിതരണം ചെയ്തുകൊള്ളാം. എനിക്ക് എൻ്റെ പൈസ തരണമെന്ന് അത്ഭുതപ്പെട്ടു പോയ ആ പത്ര ഏജന്റ് അത് സമ്മതിക്കുകയല്ലേ. ഇവരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് പറയുന്ന അവിടെ പ്രയാസം നോക്കൂ. അങ്ങനെ ആ പത്രം വീടാന്തരം കൊണ്ട് നടന്നിട്ടാണ് UP ക്ലാസ് ഹൈസ്കൂളിൽ പഠിച്ചിട്ട് അത് ആ കോളേജിലും സർവകലാശാലയിലേക്കും പോയതെന്ന് ഓർക്കുന്നു. അപ്പൊ എങ്ങനെയായി തീരേണ്ട ഒരു കുടുംബത്തിലെ കുട്ടിയാണ് കലാം. എങ്ങനെയായി തീർന്നു? നിങ്ങൾ പറഞ്ഞിട്ടില്ലോ, കേട്ടിട്ടില്ലോ, എടുത്ത് ഫ്രീ കിട്ടും. മെഡിക്കൽ കഴിയും അല്ലേ? അവർ ഷാക്കളെടുത്ത് അവർ തിരിക്കുമെന്ന് പറയും. അതുപോലെ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് പദം ഫ്രീ ആയിട്ട് കിട്ടിയത്. രാമേശ്വരം സാധാരണ ഒരു ബാലനായി വളർന്നു വന്ന കുട്ടി എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി ശാസ്ത്ര ലോകത്തിന്റെ അനിശ്ചിതനായി മാറിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനമന്ത്രി എബി വാജ്പേയി വിളിച്ചു വെച്ച് കലാം അങ്ങനെ കഴിവുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാമെന്ന് നോക്കൂ. നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ തേടി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. സുഹൃത്തുക്കളെ, അതാണ് നമ്മൾ നിങ്ങളൊന്ന് സമ്പാദിക്കേണ്ടത്. നല്ല മക്കളായി വളർത്തിയെടുത്ത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ നേടി അവരെ ഒരു വടവൃക്ഷമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഇങ്ങനെ തന്നെ വന്നു ചേരും. ഒരു സംശയമാണ്. അങ്ങനെ ഉറച്ച് വിശ്വസിക്കണം, അങ്ങനെ ഉറച്ച് തീരുമാനിക്കണം, അതിൽ ഉറച്ച് നിൽക്കണം. കിട്ടുന്ന പൈസ മുഴുവൻ കുടുംബത്തിന് ചെലവഴിക്കാൻ കഴിയണം. 1000 രൂപയ്ക്ക് പണിയെടുത്തിട്ട് 900 രൂപയും ഷാപ്പിൽ കൊടുത്തിട്ട് 100 രൂപ കൊണ്ട് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് വിശേഷം രാവിലെ അതിനകത്തുനിന്ന് 50 രൂപയും കൂടെ മേടിച്ചുകൊണ്ട് പോകുന്ന കുടുംബങ്ങൾക്കുള്ളതാണ് ഈ പറഞ്ഞതൊക്കെ. ഇക്കാര്യം കുടിക്കുന്നവരുണ്ടെന്ന് അറിയണം. ഞാൻ ഓരോരുത്തർക്ക് ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് കുടിക്കുന്നത്? സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞ്, സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞ് അക്രമകാരിയായി മാറി ഒരു പക്ഷേ കൈകിട്ടുന്ന ആയുധം കൊണ്ട് അരിതിരികളെ കൊല്ലുന്ന കൊലയാളിയായി മാറുന്ന ഒരു കാര്യമല്ല. മദ്യമുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നുകൊണ്ട്, രാസലഹരികൾ കൊണ്ട് എന്താ നേടിയിരിക്കുന്നത്? നേടേണ്ടത് ജീവിതത്തെയാണ് ലഹരിയായി കാണേണ്ടത്. ജീവിതമാണ് ലഹരിയായി കാണേണ്ടത്. വായനയാണ് ലഹരിയായി കാണേണ്ടത്. നമ്മളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഗുണമുള്ളവരായി മാറുമ്പോൾ അതാണ് ഒരു ലഹരി. ഇങ്ങനെ ലൈഫിനെ മാറ്റിയെടുക്കാൻ അതിനൊക്കെ സാധ്യമാകുന്നത് എഡ്യൂക്കേഷൻ കൊണ്ടാണ്. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മാതാപിതാവ് ഒരു ദൈവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ സമൂഹം
നാശത്തിലേക്ക് പോകുന്നത് ഇത്തരം ആചാര മര്യാദകളില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. ലോകത്തിലെ അമ്മ എന്ന് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാണാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന പള്ളിയിലോ അമ്പലമോ മോസ്കോ എവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നൂറ്റാണ്ടുകൾക്കിടെ ഇന്നും വരെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടത് എവിടെയാണ്? അച്ഛനിലും അമ്മയിലും ഗുരുവിലുമാണ്. അതുകൊണ്ട് അച്ഛൻ, അമ്മ, ഗുരു ഇവരാണ് ദൈവം. ദൈവത്തിന് 4ാം സ്ഥാനമേ ഉള്ളൂ. മാതാ, പിതാ, ഗുരു, ദൈവത്തിന് 4ാം സ്ഥാനമേ ഉള്ളൂ എന്ന് വ്യാഖ്യാനിക്കാം. അപ്പൊ അമ്മയാണ് കാണപ്പെട്ട ദൈവം. അമ്മയല്ല ദൈവമുണ്ടോ എന്ന് പാട്ടില്ല. വയനാടിന്റെ പാട്ടാ. ദൈവം അമ്മയാണ് ദൈവം. അമ്മയുടെ ആദ്യത്തെ ടീച്ചർ, അമ്മയുടെ മടിയാണ് ആദ്യത്തെ വിദ്യാലയം. അവിടെ വെച്ചിട്ടാണ് എല്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തം അച്ഛനെ പോലും പരിചയപ്പെടുത്തുന്നത് അമ്മയാണ്. ഇത് നിന്റെ അച്ഛനാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അമ്മയാണ് ആദ്യത്തെ ടീച്ചർ. അമ്മയാണ് കാണപ്പെട്ട ദൈവം. മാതാവും പിതാവും പിന്നെ ഗുരു. ഇത് 3ഉം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് ഇന്നിവിടെ കാണുന്നത്. അതിന്റെ നാശപോരാളി മുഴുവൻ ഈ നാട്ടിലുണ്ട്, കുടുംബത്തുണ്ട്, ഐശ്വര്യമില്ലായ്മയുണ്ട്. അപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ അതിന് വിധേയമായി ജീവിക്കാൻ പ്രാപ്തരാക്കുകയും സരള മനോഭാവമുള്ള, ലളിത മനോഭാവമുള്ള, നല്ല സംസ്കാരമുള്ള, അച്ചടക്കമുള്ള കുട്ടികളായി വളർത്തുന്നിടത്താണ് നിങ്ങൾ നല്ല രക്ഷകർത്താവാകുന്നത്. അല്ലാതെ രക്ഷകർത്താവ് എന്ന് പറഞ്ഞ ഒരു വേഷം കെട്ടി നടക്കുന്നവർക്ക് മാത്രമായി. നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാനൊരു നല്ല രക്ഷകർത്താവാണ്. ഒരു സ്ഥാപനത്തിൽ കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മര്യാദകൾ പാലിക്കും, ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ പാലിക്കും. അപ്പൊ ഞാൻ ഏതോ സ്കൂളിൽ ചെന്ന് പറഞ്ഞത് ഒരാൾ പറഞ്ഞു, സാറേ ഇവിടെ ഞങ്ങൾ വാഹനമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പല രക്ഷകർത്താക്കളും തരത്തില്ല, കാശ് തരത്തില്ല. ഈ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഉദാഹരണമുണ്ട്. ഈ ചങ്ങനാശ്ശേരി ഞങ്ങൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴേ 15 പൈസയായിരുന്നു എസ് ടി സബ്സിഡി ആയിട്ട് കിട്ടുന്നതാണ്. അന്ന് 30-35 പൈസ ഫുൾ ചാർജ്, 15 പൈസയാണ്. ഞങ്ങൾ നടക്കുന്നത് ഈ 15 പൈസ മാത്രം തിരിച്ച് കണ്ടക്ടറെ കാണാതെ പരമാവധി കൊടുക്കാൻ ഇങ്ങനെ പാമത്ത് കൊണ്ട് നടന്നിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കളിപ്പിച്ചതാണെന്നുള്ള സന്തോഷത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ല. സ്കൂൾ ആവശ്യപ്പെടുത്താൻ ചില പിരിവുകൾ കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് വേണ്ടി കൊടുക്കാൻ ആ ഘട്ടം വന്ന് കഴിഞ്ഞു പോയ രക്ഷകർത്താക്കളുടെ ഒരു ആശ്വാസം. ഞാൻ ഈ പ്രാവശ്യത്തെ കളിപ്പിച്ച് ചെയ്യുന്നു, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ഉടുതുണിക്ക് മറുപടിയില്ലേലും കടുത്ത ദാരിദ്ര്യത്തിലാണെങ്കിലും അന്തസ്സും അഭിമാനം കളയരുത്. ഒരു ഉടുതുണിക്ക് മറുപടിയില്ലാതെ എടുത്ത ഒരാളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്കിവിടെ കൃത്യമായി തെളിച്ച് പറയാൻ പറ്റും. ഒരു കളത്തിലും കാഴ്ച ഒരു തരത്തിലുള്ള സൂത്രശാലി ആദ്യം ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച നമ്മൾ പറയുന്നത് നമ്മളോട് മേളിലില്ലാതിരിക്കുന്നത്. അങ്ങനെ സ്കൂളിന്റെ ഒരു കാര്യം കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്ത് ഒരു കാര്യം കൊടുക്കാതിരിക്കുമ്പോൾ അതിന്റെ ആഴ്ച ഒറ്റ പനി വന്നിട്ടുണ്ടല്ലോ. 2ാം താരീഖ് കൊടുത്ത ഈ പനി രക്ഷപ്പെട്ടോട് ഒരിക്കലും ആശാൻ കൊടുക്കാനുള്ള വൈദ്യുതി കൊടുത്തില്ലേ. ഒരിക്കലും സത്യസന്ധതയും ധർമ്മവും പെരുമാറും. മക്കളെ അതുപോലെ തന്നെ മക്കളെ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നമ്മളെ തന്നെ ഫോട്ടോഷോപ്പ് നമ്മുടെ മക്കൾ നമ്മളെന്ത് അവരോട് കിട്ടുന്നത്? നീ ഇങ്ങനായി അങ്ങനെ. ആദ്യം ഞാൻ എങ്ങനെ എന്നോട് തന്നെ ചോദിക്കും. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കുടുംബം ഒരു സർവകലാശാല എന്ന് പറഞ്ഞല്ലോ. അവിടെയാണ് എല്ലാ വിദ്യകളും പഠിക്കുന്നത് പറഞ്ഞല്ലോ. അവിടെ അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, സഹോദരനെ കണ്ടു, അവരുടെ പെരുമാറ്റ രീതികൾ എല്ലാം കണ്ടിട്ടാണ് മക്കൾ പഠിച്ച് സമൂഹത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം റോൾ മോഡലാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കാര്യത്തിലേക്ക് പോയാൽ ഇവിടുത്തെ ബാക്കി ഞാൻ 15 മിനിറ്റ് കൂടുതൽ എടുത്തില്ല. അപ്പൊ 15 മിനിറ്റ് താമസം എടുത്തില്ല. ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വരണം, എന്റെ കുഴപ്പമില്ല. 15 മിനിറ്റ് താമസം എടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഒരുപാട് സമയങ്ങൾ കണ്ടെത്താം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു സമയത്ത് ഇതുകൊണ്ട് ചുരുക്കി പറഞ്ഞാണ് എല്ലാം പറഞ്ഞത്. എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. അങ്ങനെ വേദിയിൽ വരുമ്പോൾ നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞു നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ പോരായ്മകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ വിട്ടുകളയുക. വീട്ടിൽ എനിക്കൊന്നുമില്ല, ഞാൻ ഇനി നിങ്ങളെ കാണുന്നില്ല.
അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുന്നു. കേട്ട കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് നാളെ തന്നെ ചെയ്യാനല്ല പറഞ്ഞിരുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി അത് നിങ്ങൾ വേണ്ട സമയത്ത് ഉപയോഗിച്ച് നിങ്ങളെല്ലാം നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്നവരും നിങ്ങളുടെ മക്കളെല്ലാം ഈ ലോകത്തിന്റെ നാഥന്മാരായി മാറുന്ന നിലയിലേക്ക് വളർന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കടമനിട്ട രാമകൃഷ്ണൻ കോഴി എന്ന കവിതയിൽ പറയുന്ന 2-3 വരികളുടെ ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. ആ വരികൾ ഇങ്ങനെയാണ്. കോഴി എന്ന കവിത ചെറിയ പ്രാവശ്യം പഠിക്കാനുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്ന കണ്ടിട്ട് അവർ പഠിച്ചിട്ടുണ്ടാകും. അവിടെ കോഴിയെ കണ്ടിട്ടുണ്ട്. ഇന്ന് കോഴി ഏതാ, കോഴിമുട്ട ഏതാ, പിള്ളേർ കഴിക്കില്ല. കടയിൽ ഇങ്ങനെ കളികൾക്കകത്ത് മുട്ട ഇരിക്കുന്നുണ്ട്. എവിടുന്നാ മുട്ട അത് കടയിൽ കിട്ടുന്നുണ്ട്. കോഴിയെ കണ്ടിട്ടില്ല. അപ്പൊ കോഴിയെ നിങ്ങൾ നിരീക്ഷിക്കണം. കോഴി എങ്ങനെയാണ് അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, സംരക്ഷിച്ചെടുക്കുന്നത്. എടുത്തതിന് ശേഷം പിന്നീട് അതിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ അത് കുത്തി ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനപ്പോൾ നീ ഇപ്പോൾ നിന്റെ കാര്യം നോക്കാനാണ് പറയുന്നത്. അതാണ് ഈ ജീവിതം നിരീക്ഷിച്ചാൽ മാത്രം മതി. എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കിട്ടുന്നതേ ഉള്ളൂ, ആശയിക്കുന്നതേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ലൈഫാണ് ഈ ജീവിതകാലം നയിക്കുന്നത്. നിങ്ങളൊരു പൂച്ച നിരീക്ഷിക്കും, ഒരു കോഴിയെ നിരീക്ഷിക്കും, വീട്ടിലുണ്ടല്ലോ ഒന്ന് നിരീക്ഷിക്കാൻ ലൈഫ് തന്നെയാണ്. അപ്പൊ കോഴിയെ കുറിച്ച് കവിത എഴുതുന്നത് ഇങ്ങനെയാണ്. മുഴുവൻ ചോദിച്ചില്ല, നിങ്ങൾ തന്നെത്താൻ എടുത്ത് വായിക്കും. കടമനിട്ട രാമകൃഷ്ണൻ പറയുന്നതിനാണ്, മക്കളെ വളർത്തുമ്പോൾ, മക്കളെ ശ്രദ്ധിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? തള്ള കോഴി പറഞ്ഞു തുടങ്ങി, കൊക്കോ കൊക്കോ കൊക്കോ. തള്ള കോഴി പറഞ്ഞു തുടങ്ങി, കൊക്കോ കൊക്കോ കൊക്കോ. കൊത്തി ഉള്ളിലുടക്കിയതിന്റെ കൊത്തിരിയൊങ്ങിയാമുള്ളോ. ഇങ്ങനെ പറഞ്ഞു പോവാണ്. പോയിട്ട് നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ അവർ ഘട്ടത്തിൽ കൊത്തി ഓടിക്കും. നാളകൾ നിന്നെ മാടി വിളിക്കും. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. നിന്റെ കാര്യം ഞാൻ നിൻ കാര്യം മാത്രം, എന്റെ ജന്മം ഞാൻ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്ന 4 ലൈനാണ് നിങ്ങൾക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ആ വരികൾ മനസ്സിലുണ്ടാകും. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ്? കണ്ണു വേണം ഇരുപുറത്തെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. കണ്ണു വേണം ഇരുപുറത്തെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. ഉള്ളിലെപ്പോഴും കത്തിച്ചൊലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത എന്ന് പറഞ്ഞാല് മക്കളെ വളർത്തുമ്പോൾ സംരക്ഷിക്കുമ്പോൾ കണ്ണു വേണം. ഈ രൂപത്തെ 2 വശങ്ങളിലും കണ്ണു വേണം, മുകളിലും താഴെയും കണ്ണു വേണം. ഈ 4 കണ്ണുകൾ അടഞ്ഞു പോയാലും അകക്കണ്ണ് അടഞ്ഞു പോകരുത്, മനക്കണ്ണ് അടഞ്ഞു പോകരുത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനക്കണ്ണ് മക്കൾക്ക് വേണ്ടി 24 hours തുറന്നിരിക്കണം. കണ്ണു വേണം ഈ രൂപത്തെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. കണ്ണു വേണം ഈ രൂപത്തെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. ഉള്ളിലെപ്പോഴും കത്തിച്ചൊലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത. നന്ദി, നമസ്കാരം.